ഇടുക്കി ഉടുമ്പൻചോലയിൽ മുറി ചോദിച്ചെത്തിയ മൂന്നംഗ സംഘം ഹോട്ടൽ ഉടമയെ മർദ്ദിച്ചു. പരിക്കേറ്റ ചെമ്മണ്ണാർ കൊച്ചുപുരക്കൽ വാവച്ചനെ തൊടുപുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6 മാസങ്ങൾക്ക് മുമ്പ് ഇതേ സംഘം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തി പ്രശ്നമുണ്ടാക്കിയിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് ഉടുമ്പൻചോല സ്വദേശികളായ മൂവർ സംഘം ഹോട്ടലിലെത്തി മുറി ആവശ്യപ്പെട്ടത്. മുറിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇവർ ഉടമയെ മർദ്ദിക്കുകയായിരുന്നു. വാഹനത്തിൽ മാരകായുധങ്ങളുമായാണ് ഇവർ വന്നത്. ആക്രമണത്തിൽ തലയ്ക്കും ചെവിക്കും പരിക്കേറ്റ ഹോട്ടൽ ഉടമയായ വാവച്ചനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൊടുപുഴയിലേക്ക് മാറ്റി. ഇയാളുടെ മൂക്കിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പ് ഇതേ സംഘം ബീഫ് കറിയിൽ കഷ്ണം കുറഞ്ഞെന്ന് പറഞ്ഞ് ഇതേ ഹോട്ടലിൽ ബഹളമുണ്ടാക്കിയിരുന്നു. അന്ന് മുറിയെടുത്ത് ഇവർ ഹോട്ടലിൽ താമസിച്ചിരുന്ന മറ്റു ചിലരുമായി തർക്കത്തിലേർപ്പെടുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തതോടെ അന്ന് ഇവരെ ഹോട്ടലിൽ നിന്ന് ഇറക്കിവിട്ടിരുന്നു. ഞാൻ വര അടയ്ക്കുന്ന സമയമായിരുന്നു. ഞാൻ മുകളിൽ റൂം നടത്തുന്നുണ്ടായിരുന്നു. റൂമില്ലാതെ എനക്കെന്നെ അറിയാവുന്ന ഇല്ലാതെ ചില ഞാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞു. 6 മാസം മുമ്പ് ഞങ്ങൾ റൂം എടുത്ത് അന്ന് നീ വീപ്രയിൽ ഞങ്ങളെ പറ്റിച്ചു വിട്ടോളാം. ഞാൻ ഓർമ്മയില്ല ചോദിച്ചു. ഓർമ്മയില്ല എന്നാൽ നിന്റെ മോനോടെ വിളിക്കടാ, നിന്റെ മോനെ നിന്നോട് തട്ടാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. വാക്കത്തി പിറ്റാറ്റി വണ്ടി എത്തുന്നു പറഞ്ഞു. അവസരത്തിന്റെ ആരെയായി കൂടെ വന്നാണ് കയറി അടിച്ചു. രണ്ടാമത്തെ കുറച്ചും തളിച്ചിട്ട് പുറത്ത് എന്റെ കടയിൽ നിന്ന് പുറത്ത് പുറത്തി അടിച്ചു. അവന്മാർ 3 പേര് പോകും. 3 പേരുടെ മുറ്റത്തിട്ട് ചവിട്ടുകയും എന്റെ മൂക്കിന്റെ ഇത് പൊട്ടിയിട്ടുണ്ട്, ചെവിയുടെ മുറയിലും മുറിഞ്ഞിട്ടുണ്ട്. ചെവിയുടെ ഈ മൂക്കിനോട് വിട്ട് കട്ടയിട്ട് ചെയ്യുവാണ്ട്. ഈ സംഭവത്തെ തുടർന്നുണ്ടായ വൈരാഗ്യം മൂലമാണ് ഞായറാഴ്ച രാത്രിയിൽ ഹോട്ടലിലെത്തി മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നാണ് ആരോപണം. സംഭവത്തിൽ ഉടുമ്പൻചോല പോലീസ് കേസെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.